നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ചോദ്യമുണ്ടല്ലേ, എല്ലാം നഷ്ടപ്പെടുമ്പോൾ, പ്രതീക്ഷിക്കാനൊന്നുമില്ലാതാകുമ്പോൾ എങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ കഴിയും? ഹബക്കൂക്ക് എന്ന പ്രവാചകന്റെ വാക്കുകളിലൂടെ ഈ ആഴമേറിയ സത്യത്തിലേക്ക് നമുക്കൊന്നിറങ്ങിച്ചെല്ലാം. എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും. ഇതൊരു സാധാരണ വാക്യമല്ല, ഇതൊരു പ്രഖ്യാപനമാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഒരറ്റത്ത് സമ്പൂർണ്ണ നാശം. അത്തിവൃക്ഷം പൂക്കുന്നില്ല, മുന്തിരി കായ്ക്കുന്നില്ല, വയലിലൊന്നുമില്ല, തൊഴുത്തിൽ മൃഗങ്ങളില്ല. മറ്റേ അറ്റത്ത് അതിനെയെല്ലാം വെല്ലുന്നൊരു തീരുമാനം. എങ്കിലും ഞാൻ സന്തോഷിക്കും. ഈ ഒരു വൈരുദ്ധ്യമാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോ ഇതെല്ലാം നടക്കുന്ന ആ ഒരു സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹബക്കൂക്ക് ജീവിച്ചിരുന്നത് വളരെ മോശമായൊരു കാലത്താണ്. യൂദാരാജ്യം പാപത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു. അപ്പോഴാണ് ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ക്രൂരന്മാരായ ബാബിലോണിയരെ ഉപയോഗിച്ച് സ്വന്തം ജനത്തെ ന്യായം വിധിക്കാൻ പോവുകയാണെന്ന്. ഇത് കേട്ട ഹബക്കൂക്കിന് അത് താങ്ങാനായില്ല. ഇതായിരുന്നു ഹബക്കൂക്കിന്റെ ആദ്യത്തെ പ്രതികരണം. ഇതൊരു അവിശ്വാസത്തിന്റെ ചോദ്യമല്ല, മറിച്ച് ഹൃദയം തകർന്നുള്ള ഒരു നിലവിളിയാണ്. നീതിമാനായ ദൈവം എങ്ങനെയാണ് ഇത്രയും ദുഷ്ടരായ ഒരു ജനതയെ ഉപയോഗിച്ച് കാര്യങ്ങൾ നേരെയാക്കുന്നത്? ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് ഹബക്കൂക്കിന്റെ വിശ്വാസയാത്ര തുടങ്ങുന്നത്. ഇനി ഹബക്കൂക്ക് പറയുന്ന ആ നഷ്ടം, അത് വെറുമൊരു നഷ്ടമല്ല, അതിന്റെ ആഴം എത്ര വലുതാണെന്ന് നമുക്ക് നോക്കാം. ഇത് വെറുതെ ഒരു കൃഷി മോശമാകുന്നതോ ചെറിയൊരു സാമ്പത്തിക പ്രശ്നമോ അല്ല. ജീവിതത്തിൽ വിലപ്പെട്ടതെല്ലാം ഒരുമിച്ചില്ലാതെയാവുന്ന ഒരവസ്ഥയാണ്. ഇതിലെ ഓരോന്നും അന്നത്തെ കാലത്തെ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലെ എന്തൊക്കെയായിരുന്നു എന്നോർക്കണം. അത്തിവൃക്ഷം അവരുടെ സമാധാനത്തിന്റെ ചിഹ്നമാണ്. മുന്തിരിവള്ളി ആഘോഷങ്ങളുടെയും ഒലിവുമരം അനുഗ്രഹത്തിന്റെയും വയലുകളും കന്നുകാലികളുമാണ് അവരുടെ ഉപജീവനത്തിന്റെ അടിത്തറ. ചിന്തിച്ചു നോക്കൂ, ഇതെല്ലാം ഒരുമിച്ചില്ലാതാവുക എന്ന് പറഞ്ഞാൽ. അതെ, പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഇതാണ്. ജീവിതം കെട്ടിപ്പൊക്കിയ ആ അടിത്തറയില്ലേ, അതൊന്നൊക്കെ ഇടിഞ്ഞുപോയി. സുരക്ഷിതത്വം, ഭക്ഷണം, സന്തോഷം എല്ലാം ഒരു നിമിഷം കൊണ്ട് തുടച്ചുമാറ്റപ്പെട്ടു. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഹബക്കൂക്ക് ആ നിർണായകമായ പ്രഖ്യാപനം നടത്തുന്നത്. പക്ഷേ ഇവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത്. എല്ലാം തീർന്നുവെന്ന് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പോയിന്റില് ഒരൊറ്റ വാക്ക് എല്ലാം മാറ്റിമറിക്കുകയാണ്. ഹബക്കൂക്കിനെ ആഴത്തിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വാക്ക്. ആ വാക്ക് ഇതാണ്: എങ്കിലും. എന്തൊരു ശക്തിയുണ്ട് ഈ വാക്കിന്, അല്ലേ? ഇത് സാഹചര്യങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. എന്റെ ചുറ്റും കാണുന്ന യാഥാർത്ഥ്യം ഇതായിരിക്കാം, എന്റെ നഷ്ടങ്ങൾ സത്യമായിരിക്കാം, എങ്കിലും എന്റെ സന്തോഷത്തിന്റെ അടിസ്ഥാനം അതല്ല എന്ന് തുറന്നു പറയുകയാണിവിടെ. എങ്കിലും എന്ന വാക്കിന്റെ ഉള്ളിലിരിക്കുന്ന ചിന്ത ഇതാണ്: എന്റെ സാഹചര്യങ്ങൾ എങ്ങനെയുമായിക്കോട്ടെ, എന്റെ ദൈവം എനിക്ക് മതി. എന്റെ സന്തോഷം എന്റെ വിളവിലോ സമ്പത്തിലോ അല്ല, മറിച്ച് എന്റെ കൂടെയുള്ള ഒരിക്കലും മാറാത്ത ദൈവത്തിലാണ്. അവനുണ്ടെങ്കിൽ മറ്റെല്ലാം നഷ്ടപ്പെട്ടാലും എനിക്കൊരു കുറവുമില്ല എന്ന ഉറച്ച വിശ്വാസം. അപ്പോ ഇവിടെ സംഭവിക്കുന്നതെന്താണെന്ന് വെച്ചാൽ, സന്തോഷത്തിന്റെ ഫോക്കസ് മാറുകയാണ്. നശിച്ചുപോകുന്ന താൽക്കാലികമായ കാര്യങ്ങളിൽ നിന്ന് ഒരിക്കലും മാറാത്ത നിത്യനായ ദൈവത്തിലേക്ക് അവൻ തന്റെ ശ്രദ്ധ മാറ്റുന്നു. ഇതാണ് യഥാർത്ഥ ആത്മീയ വളർച്ച. നമുക്കിതിനെ രണ്ടു തരം സന്തോഷമെന്ന് പറയാം, അല്ലേ? ആദ്യത്തേത് സാഹചര്യങ്ങളെ ആശ്രയിച്ചുള്ള സന്തോഷം. അതായത് കാര്യങ്ങളെല്ലാം നന്നായി പോകുമ്പോൾ, ബിസിനസ്സിൽ ലാഭം കിട്ടുമ്പോഴൊക്കെ നമുക്ക് സന്തോഷം തോന്നും. എന്നാൽ ഹബക്കൂക്ക് കണ്ടെത്തിയ പുതിയ സന്തോഷം അതല്ല. അത് ദൈവത്തെ മാത്രം ആശ്രയിച്ചുള്ളതാണ്. അത് സാഹചര്യങ്ങൾ മാറിയാലും മാറാതെ നിൽക്കും. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും വലിയ സത്യം. നമ്മുടെ സാഹചര്യങ്ങൾ അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇന്ന് നല്ലതാണെങ്കിൽ നാളെ മോശമാവാം. വിളവുകൾ നശിക്കാം, പണം നഷ്ടപ്പെടാം. പക്ഷേ ദൈവം മാറുന്നില്ല. അവിടുത്തെ സ്നേഹവും വിശ്വസ്തതയും എപ്പോഴും ഒരുപോലെ നിലനിൽക്കുന്നു. ആ സത്യത്തിലാണ് ഹബക്കൂക്ക് തന്റെ സന്തോഷം പണിതുയർത്തുന്നത്. അപ്പോ ഈ വിശ്വാസം എന്ന് പറയുന്നത് പ്രശ്നങ്ങളെല്ലാം സഹിച്ചു മിണ്ടാതിരിക്കാനുള്ള ഒരു കാര്യമല്ല. നേരെ മറിച്ച് ആ പ്രശ്നങ്ങൾക്ക് മുകളിലൂടെ നമ്മളെ നടത്താൻ കഴിവുള്ള ഒരു ദൈവിക ശക്തിയാണത്. ഇത് വെറുമൊരു അതിജീവനമല്ല, ഇതൊരു വിജയകരമായ ജീവിതമാണ്. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ: ദൈവം എന്റെ ശക്തിയാണ്, അവൻ കാലുകളെ മാൻപേടയുടെ കാലുപോലെയാക്കും എന്ന്. എന്താ എന്റെ അർത്ഥം? ഒരു മാൻ എത്ര ദുർഘടമായ പാറക്കെട്ടുകളിലും അനായാസം കയറിപ്പോകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഏത് പ്രതിസന്ധിക്ക് മുകളിലൂടെയും അവൻ സുരക്ഷിതമായി നടത്തും. താഴ്വരകളിലല്ല, ഉന്നതങ്ങളിലാണ് അവരുടെ സ്ഥാനം.
ഈ ഒരു ചിന്ത ഹബക്കൂക്കിൽ മാത്രം നിൽക്കുന്നില്ലാട്ടോ. കാലങ്ങൾക്കിപ്പുറം പൗലോസ് അപ്പോസ്തലൻ ഒരു റോമൻ ജയിലിൽ കിടന്നുകൊണ്ട് ഇതേ സത്യം വിളിച്ചു പറയുന്നുണ്ട്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. സാഹചര്യം ജയിലാണ്, പക്ഷേ സന്തോഷത്തിന്റെ ഉറവിടം കർത്താവായതുകൊണ്ട് ആനന്ദിക്കാൻ കഴിയുന്നു. അപ്പോ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്: നമ്മുടെ സന്തോഷത്തിന്റെ ഉറവിടം നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളായിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ അതെപ്പോൾ വേണമെങ്കിലും നമ്മളിൽ നിന്ന് എടുത്തുമാറ്റപ്പെടാം. എന്നാൽ നമ്മുടെ സന്തോഷത്തിന്റെ ഉറവിടം ദൈവം തന്നെയാണെങ്കിൽ ഒരു ശക്തിക്കും അത് നമ്മിൽ നിന്ന് തട്ടിപ്പറിക്കാൻ കഴിയില്ല.